എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമ്പൂർണമായി ഏകീകൃത ബലി അർപ്പണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അതിരൂപത വിശ്വാസി കൂട്ടായ്മ സംഘടിപ്പിച്ച ഏകീകൃത വിശുദ്ധ കുർബാന വിളംബര ജാഥ വിശ്വാസികളുടെ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അതിരൂപതയിലെ 16 ഫൊറോനകളിൽ ജാഥയ്ക്ക് സ്വീകരണം ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. 30 ഇടവക പള്ളികളും ജാഥയ്ക്ക് വരവേൽപ്പ് നൽകി. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച വടക്കൻ മേഖല ഏകീകൃത വിശുദ്ധ കുർബാന വിളംബര ജാഥ ഫാദർ ജോർജ് നെല്ലിശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. പോൾസൺ കുടിയിരിപ്പിൽ ജാഥ നയിച്ചു. ചേർത്തല മരുത്തോർവട്ടം പള്ളിയിൽ നിന്ന് ആരംഭിച്ച തെക്കൻ മേഖല ജാഥ ജോസ് അറക്കത്താഴം നയിച്ചു. ഫാദർ കുര്യൻ ഭരണികുളങ്ങര വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു. ഫാദർ പോൾ കാരാച്ചിറ, ഫാദർ ജോൺ തോട്ടുപുറം, എ വി ഫ്രാൻസിസ്, എം എ ജോർജ്, ടി പി ആന്റണി, എം സി ചാക്കോ, ഡേവിസ് ചൂരമന, തങ്കച്ചൻ മുക്കോല, തോമസ് തെറ്റയിൽ, ഷിജി ചിറമേൽ, കെ ഡി വർഗീസ്, ആൽബർട്ട് പറമ്പേൽ, വൈശാഖ് വർഗീസ് എന്നിവർ വിളംബര ജാഥകൾക്ക് നേതൃത്വം നൽകി. ഇരു വിളംബര ജാഥകളും എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം മേജർ അതിരൂപത വിശ്വാസി കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ എം ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഏകീകൃത വിശുദ്ധ കുർബാന അട്ടിമറിച്ച ചില സിനഡ് മെത്രാൻമാരെയും വ്യാജരേഖ കേസ് കെട്ടിച്ചമച്ചവരെയും കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന പരിശുദ്ധ സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്ന് ഡോക്ടർ എം ബി ജോർജ് പറഞ്ഞു. ജോസഫ് എബ്രാഹാം അധ്യക്ഷത വഹിച്ചു. ജോസ് പാറേക്കാട്ടിൽ, ജോസഫ് അമ്പലത്തിങ്കൽ, ഷൈബി പാപ്പച്ചൻ, ജെയ്സ് പി തോമസ്, കെ യു ബിനോയി, ബൈജു ഫ്രാൻസിസ്, ലിജോയ് പാലാട്ടി, ലാലി ജോസ്, ഷിജു സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. അതേസമയം വടക്കൻ മേഖലാ ജാഥയെ വിമത വിഭാഗം വിശ്വാസികൾ മൂഴിക്കുളത്ത് തടസ്സപ്പെടുത്തിയതായി വിശ്വാസി കൂട്ടായ്മ അൽമായ നേതാക്കൾ ആരോപിച്ചു. ആക്രമണങ്ങളും കൂകിവിളിയും നടത്തിയതായി അതിരൂപത വിശ്വാസി കൂട്ടായ്മ ആരോപിച്ചു. ആലുവ മൂഴിക്കുളം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നൽകിയ സ്വീകരണത്തിന് നേരെ വിമത വിഭാഗം വിശ്വാസികളാണ് പോർവിളിയും ആക്രോശവുമായി എത്തിയത്. ജാഥ എത്തുന്നതിന് മുൻപ് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സഭാ അനുകൂലികൾ പള്ളിയുടെ മുൻഭാഗത്ത് നിലയുറപ്പിച്ചു. എന്നാൽ സഭാ അനുകൂല വിശ്വാസികൾ പള്ളിയിൽ പ്രവേശിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് വിമത വിഭാഗം ഗേറ്റ് ചങ്ങലയിട്ട് അടച്ചിട്ടതായി സഭാ അനുകൂലികൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഏകീകൃത കുർബാന വിളംബര ജാഥ മൂഴിക്കുളം ഫൊറോന പള്ളിയിൽ എത്തിയത്. ജാഥയിലുണ്ടായിരുന്ന മുഴുവൻ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തതിനു ശേഷം ജാഥ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള സഭാ അനുകൂല വിശ്വാസികൾ പള്ളിയുടെ മുൻഭാഗത്ത് ഒരുക്കിയ സ്ഥലത്താണ് സ്വീകരണ ചടങ്ങ് നടന്നത്. സമ്മേളനം ആരംഭിച്ചതോടെ വിമത വിഭാഗം കൂകിവിളിയും ആക്രോശവും പെയിന്റ് പാത്രത്തിൽ കൊട്ടി ബഹളം വയ്ക്കുകയും പള്ളി ഗേറ്റിൽ മരക്കഷ്ണം കൊണ്ട് അടിച്ച് ഉച്ചയുണ്ടാക്കുകയും ആയിരുന്നു. ജാഥ ക്യാപ്റ്റൻ സ്വീകരണ സമ്മേളനത്തിന് നന്ദി പറയുന്നതിനിടെ പള്ളി കോമ്പൗണ്ടിൽ നിലയുറപ്പിച്ചിരുന്ന വിമത വിഭാഗത്തിലെ ചിലർ പള്ളിമതിൽ ചാടി പുറത്തേക്ക് വരാൻ ശ്രമിച്ചത് കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന ചില വിമത വിഭാഗം നേതാക്കൾ തടഞ്ഞതിനെ തുടർന്ന് സംഘർഷം ഒഴിവായി. ജാഥ ക്യാപ്റ്റൻ പോൾസൺ കുടിയിരിപ്പിൽ പ്രസംഗം അവസാനിപ്പിച്ചതിനു ശേഷം പള്ളിയിലെ ചെറിയ ഗേറ്റ് തള്ളിത്തുറന്ന് ഒരാൾ മരക്കഷ്ണം ഉപയോഗിച്ച് ക്യാപ്റ്റനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുവിഭാഗങ്ങളിലും പെട്ടവർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. സംഘർഷം അതിരുവിടുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ സഭാ അനുകൂലികൾ പോലീസ് ഇടപെടൽ ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് സംരക്ഷണയിലാണ് ഏകീകൃത കുർബാന വിളംബര ജാഥ ഇവിടെ നിന്ന് പറവൂർ